ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ, ബ്രേക്ക് ത്രൂ സയൻസിൻ്റെ പ്രവർത്തകരെ, അധ്യാപകരെ, ഇവിടെ കൂടിയിട്ടുള്ള ഈ റൂമിൽ ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന ആളുകളടക്കം ഈ റൂമിലുള്ള എല്ലാവരും അനുഭവത്തോടു കൂടിയിട്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശാസ്ത്രത്തെക്കുറിച്ചിട്ട് നമ്മൾ ബേജാറാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബോധം ഇല്ല വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് പറ്റിക്കപ്പെടുമെന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പേനയുടെ വില 10,000 രൂപയാണെന്നും ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ വല്ല ധനികനാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ? അതെ, എന്നെ വിശ്വാസമില്ല? എന്നെ അത്ര വിശ്വാസമില്ലേ? ഇതൊരു 10,000 രൂപയുടെ വില നിങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചോളൂ, ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ കോടിപതിയാകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്നും വാങ്ങാത്ത? വാങ്ങുമോ? ഇല്ല, ഒരാൾ വാങ്ങൂല. എന്നെ അത്ര പോലും വിശ്വാസമില്ല? ഇല്ല. പക്ഷേ കേരളത്തിൽ മോശയുടെ വടി വിൽക്കുക വെച്ചാൽ ആളുകൾ വാങ്ങിക്കും. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് മോശയുടെ വടി വീട്ടിൽ വാങ്ങിച്ച് വെച്ച്, മോശയുടെ വടിയാന്ന് പറഞ്ഞിട്ട് വെച്ച ആളുകളുണ്ട്. അതെന്താ അവർ വാങ്ങിച്ചത്? അവർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് മോശയുടെ വടി വാങ്ങിച്ചത്. ഞാൻ നിങ്ങളോട് ആകെ ചോദിച്ചത് 10,000 രൂപ മാത്രമാണ്. അത് നിങ്ങൾ തരൂല. പക്ഷേ കേരളത്തിൽ അതിനേക്കാൾ പൈസ കൊടുത്തിട്ട് മോശയുടെ വടിയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വലിയ ധനികനാവുമെന്ന് വിചാരിച്ച ആളുകളുണ്ട്. ധാരാളം പറ്റിക്കൽ നടക്കുന്നുണ്ട്. നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്, നമ്മൾ 1ാം ക്ലാസ് മുതലേ സയൻസ് പഠിക്കുന്നുണ്ട്. പക്ഷേ സയൻസ് നന്നായി നമ്മൾ പഠിക്കുകയും പക്ഷേ ശാസ്ത്രബോധം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ അടുത്ത് കൂടെ അങ്ങ് രക്ഷപ്പെട്ടു പോകും, നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും എളുപ്പം പറ്റിക്കാവുന്ന ഒരു സമൂഹമായിട്ട് മലയാളികൾ മാറിയിട്ടുണ്ട്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സാക്ഷരതയാണ്. കേരളത്തിലെ ഒരു 2-3 പത്രങ്ങളിൽ രാവിലെ ഒരു പരസ്യം കൊടുത്താൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മലയാളികൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയാം. അതുകൊണ്ട് പത്രത്തിൽ ഒരു തട്ടിപ്പ് പരസ്യം വന്നാലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വായിക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് അറിയുകയും നമ്മൾ വേണമെങ്കിൽ പൈസ അറിയുകയും ചെയ്യും. ഇത് തമിഴ്നാട്ടിൽ പറ്റില്ല. തമിഴ്നാട്ടിൽ പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ സമൂഹത്തിൻ്റെ മാക്സിമം പോയി കഴിഞ്ഞാൽ 25% ആളുകൾ വായിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളൊരു പത്രം കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാക്ഷരത 100% ആയതുകൊണ്ട് നമ്മൾ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ശാസ്ത്രം പഠിച്ചാൽ മാത്രം പോരാ, ശാസ്ത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രം പോരാ, നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രം പോരാ, ജോലി കിട്ടിയാൽ മാത്രം പോരാ ശാസ്ത്രം പഠിച്ചിട്ട്. മറിച്ച് ശാസ്ത്രബോധം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പറ്റിക്കപ്പെടാതെ ജീവിക്കണമെങ്കിൽ അത് അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ശാസ്ത്രം എന്നുള്ളത് ഒരു ജ്ഞാന വ്യവസ്ഥയാണ്, ഒരു നോളജ് സിസ്റ്റമാണ്. അതിനകത്ത് അറിവ് നിർമ്മിക്കാനായിട്ടുള്ള വഴികളുണ്ട്, അറിവ് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്, അറിവിനെ നിരന്തരം പരിഷ്കരിക്കാനായിട്ടുള്ള വഴികളുണ്ട്. സ്വയം സംശയിക്കുന്ന ഒരു ജ്ഞാന വ്യവസ്ഥയാണ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ ശാസ്ത്രം സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കും. മറ്റ് ജ്ഞാന വ്യവസ്ഥകളുണ്ട്. ശാസ്ത്രം മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള ജ്ഞാന വ്യവസ്ഥകൾ, മറ്റു പല ജ്ഞാന വ്യവസ്ഥകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേതെങ്കിലും പരിചയമുണ്ടോ നിങ്ങൾക്ക്? ശാസ്ത്രം അല്ലാതെയുള്ള ഏതെങ്കിലും നോളജ് സിസ്റ്റംസ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറിയുമോ? നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഉള്ളതായിട്ട്? പല സമയത്തും നമ്മുടെ മതങ്ങളൊക്കെ തന്നെ ജ്ഞാന വ്യവസ്ഥകളായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇവിടെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചിട്ട് ഉള്ള പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഇത് ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാവരെയും എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു ജ്ഞാന വ്യവസ്ഥയ്ക്കകത്ത് നിന്നിട്ടാണ് ആ പഠിപ്പിക്കലൊക്കെ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ പരിണാമ സിദ്ധാന്തം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് സംശയമാവും, ഇത് പള്ളിയിൽ നിന്ന് പറഞ്ഞാണോ ശരി, ഇതാണോ ശരി, ഉള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടായിട്ടുണ്ടോ? ഇത് ഏതാ ശരി എന്നുള്ള കാര്യം? എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുത്ത്, ഏത് വശത്തേക്കാണ് നിങ്ങൾ തീരുമാനം ഉറച്ചു നിന്നത്? സാധാരണ ആളുകൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുകയും ഞായറാഴ്ച ദൈവം സൃഷ്ടിച്ചത് വിശ്വസിക്കുകയും ചെയ്ത് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകണം, ആരോട് വഴക്കില്ലാതെ ജീവിച്ചു പോകണം പലപ്പോഴും ആളുകൾ ചെയ്യാം. പല ജ്ഞാന വ്യവസ്ഥകളും ഒരേ സമയം നിൽക്കണം. ഒരു ചെറിയ ജ്ഞാന വ്യവസ്ഥയെക്കുറിച്ച് മാത്രം പറയാം. നിങ്ങൾ ഹോമിയോപ്പതി എന്ന് കേട്ടിട്ടുണ്ടോ? ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടുണ്ടോ?
ഒന്ന് കൈ പൊക്കോ കഴിശ്ശേരി. യെസ്, നിറയെ ആളുകളുണ്ട്. ഓക്കെ, സന്തോഷം. ഏട്ടാ അസുഖം മാറിയോ? മാറിയോ അസുഖം? പ്രശ്നം എന്താ അറിയോ, ഹോമിയോപ്പതി വേറൊരു ജ്ഞാന വ്യവസ്ഥയാണ്. ഈ ഹോമിയോപ്പതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതുവരെ ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ല. 2 കാരണങ്ങളാണ് മനസ്സിലാവാത്തത്. ഒന്നാമത്തെ കാരണം, ഈ കൊടുക്കുന്ന മരുന്നുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന മരുന്ന്, ലോകത്തെ ഏറ്റവും ഗംഭീര ശാസ്ത്രീയ ഉപകരണം വെച്ച് പരിശോധിച്ച് നോക്കിയിട്ട് പോലും അതിനകത്ത് മരുന്നെന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റിയിട്ടില്ല. ഒരു മോളിക്യൂൾ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയെന്ന് അസുഖം മാറ്റണമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചു, നിങ്ങൾ ഈ കൊടുക്കുന്നിടത്ത് മരുന്നില്ലല്ലോ, അതിനകത്ത് ആ മീഡിയം മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് അസുഖം മാറാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണ മറുപടി എന്താ അറിയോ, അതിന് മരുന്നില്ലെങ്കിലും അത് ഒരിക്കലും മരുന്നായിരുന്നു എന്നുള്ളൊരു ഓർമ്മയുണ്ടെന്ന് പറയും. ഇത് ആധുനിക ശാസ്ത്രത്തിൽ ഇതുവരെ മനസ്സിലായിട്ട് ഇതെങ്ങനെയാണ് ഈ ഓർമ്മ ഉണ്ടാവുക, മെമ്മറി, വാട്ടർ മെമ്മറി എന്ന് പറയും. ഇത് രണ്ടാമത്തെ കാരണം എന്താ അറിയോ, നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വസ്തുവിൻ്റെ ഡോസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റും കൂടും. ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു ടോക്സിൻ, ഒരു വിഷം നന്നായി നേർപ്പിച്ചിട്ട് ഒരു ചെത്തിരി കഴിച്ചാൽ എനിക്ക് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഡോസ് കുറച്ച് കൂട്ടിയാൽ പ്രശ്നം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു പ്രത്യേക ഡോസ് എത്തുമ്പോഴേക്കും നമ്മൾ തട്ടിപ്പോവുകയും ചെയ്യും. ഇതാണ് ഡോസ് കോൺസെൻട്രേഷനും അതിൻ്റെ ഇഫക്റ്റും നമ്മളുടെ ബന്ധം അങ്ങനെയാണ്. ഡോസ് കൂടുന്നതനുസരിച്ച് ഇഫക്റ്റും കൂടും. ശരിയല്ലേ? ഹോമിയോപ്പതിയിൽ നേരെ തിരിച്ചാണ്. അവർ പറയുന്നത് വെച്ചാൽ ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ നേർപ്പിച്ച് കഴിയുമ്പോൾ അത് കൂടുതൽ പവർഫുൾ ആവുമെന്നാണ് പറയും. ഹോമിയോ മരുന്ന് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബേസിക് ടിഞ്ചർ ഉണ്ടാവും, അതിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് കുറേ വെള്ളത്തിലേക്ക് ഒരു തുള്ളി ആഡ് ചെയ്യും, നന്നായി ഷേക്ക് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി എടുക്കും, വീണ്ടും അത്ര തന്നെ വെള്ളത്തിലേക്ക് അത് പിന്നെ ആഡ് ചെയ്യും, അത് പിന്നെ ഷേക്ക് ചെയ്യും. അങ്ങനെ ചെയ്ത് അവസാനം അതിൽ നിന്നൊരു തുള്ളി എടുത്താൽ അതിനകത്ത് ഒരു മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തുന്ന മരുന്നാണ് ഏറ്റവും പവർഫുൾ എന്നാണ് അവർ പറയുന്നത്. ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മോഡേൺ സയൻസിന് മനസ്സിലായിട്ടില്ല. പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. ഇതേപോലെ വേറെ ഒത്തിരി ജ്ഞാന വ്യവസ്ഥകൾ നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ആധുനിക ശാസ്ത്രം പ്രവർത്തി എടുക്കുന്നത്. ഹോമിയോപ്പതി തെറ്റാണെന്നല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അസുഖം മാറിയിട്ടുണ്ടാവും. ശരിക്കും അസുഖം മാറാനായിട്ട് മരുന്നിൻ്റെ ആവശ്യമില്ലേ, മരുന്ന് കഴിച്ചെന്നുള്ള തോന്നൽ മതി ചിലപ്പോൾ അസുഖം മാറാൻ. പോരെ, മതിയോ? പാമ്പ് കടിച്ച് മരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. ഈ പാമ്പ് കടിക്കുന്ന പാമ്പ് വിഷപ്പാമ്പ് ആവണമെന്ന് പോലും ഇല്ലേ. വിഷമില്ലാത്ത പാമ്പ് കടിച്ചാലും മരിക്കും. പാമ്പ് കടിച്ചു എന്നുള്ള തോന്നൽ കൊണ്ടാണ്, പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. ശങ്കാവിഷം എന്നാണ് അതിന് പറയാം. ശങ്കാവിഷം എന്ന് പറയും. എന്നെ പാമ്പ് കടിച്ചു, ഞാൻ മരിക്കാൻ പോകുന്നുള്ള തോന്നൽ മതി, ആൾ ചിലപ്പോൾ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഭയങ്കര ധൈര്യം തരുന്നൊരു വസ്തുവായിട്ട് ആധുനിക ശാസ്ത്രം നിൽക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇതിനെ നമുക്ക് ചോദ്യം ചെയ്യാം, ഇതിനെ നമുക്ക് നവീകരിക്കാം, നിരന്തരമായിട്ട് ചോദിച്ചു വയ്ക്കാം. ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി എൻ്റെ മുന്നിൽ വരുന്ന മുഴുവൻ വസ്തുതകളോടും നിരന്തരമായിട്ട് സംശയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സമ്മതിക്കുക എന്നുള്ളതല്ല, വിയോജിക്കുക എന്നുള്ളതാണ്. തെളിവുകൾ ചോദിക്കുക എന്നുള്ളതാണ്. ആ തെളിവുകൾ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പുതിയ തെളിവുകൾ അനുസരിച്ച് പുതിയ കാഴ്ചയിലേക്ക് നമ്മൾ വികസിക്കുകയും ചെയ്യും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന, നമ്മുടെ ഇടപെടലും കൂടി ചേർത്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ സർഗാത്മകമായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ, ഒരു കവിത എഴുതുന്ന പോലെ, ഒരു സിനിമ എടുക്കുന്നത് പോലെ അത്രമാത്രം സർഗാത്മകമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ശാസ്ത്രം എന്നുള്ളത്. ഇതൊരു ഡെഡായിട്ടുള്ള കാര്യമല്ല, ഓരോ ദിവസവും ലൈവായിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചത് അല്ല നമ്മൾ വിശ്വസിക്കുന്നു. ഏറ്റവും പുതിയ തെളിവുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. 2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോജിക്കൽ ഫാലസീസ്. നിങ്ങൾക്ക് പണ്ടൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഗൂഗിൾ ചെയ്യാൻ അറിയാം, വിക്കിപീഡിയ നോക്കാൻ അറിയാം, നോളജ് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നിട്ട് ഏകദേശം ഒരു 19 തരം ഫാലസികളുണ്ട്. ഈ ഫാലസികൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനൊരു 5 മിനിറ്റ് എടുത്തോട്ടെ, ബോറടിക്കില്ലല്ലോ, ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ. ഓക്കെ, എന്താ ലോജിക്കൽ ഫാലസി എന്ന് മാത്രം നിങ്ങൾ പറയാം, ബാക്കി നിങ്ങൾ പഠിച്ചോളൂ. ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ കേൾക്കുമ്പോൾ നമുക്ക് ശരിയാൻ തോന്നും, പക്ഷെ അതിന് തെളിവൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ ഫാലസി എന്ന് പറയും. അത് ഇറ്റ് ഈസ് ബേസിക്കലി എറർ ഇൻ റീസണിങ്ങിലുള്ളൊരു എററാണ് ലോജിക്കൽ ഫാലസി. ഒന്നും മനസ്സിലായില്ലല്ലോ?
ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ടി വി ഓൺ ചെയ്യാൻ നോക്കുക. ടി വി ഓൺ ചെയ്യുമ്പോൾ അതിലൊരാൾ വന്നിട്ട് പറയുകയാണ്, ഏറ്റവും ഉയരത്തിലുള്ള ചായത്തോട്ടത്തിൽ നടക്കുന്ന ചായപ്പൊടിക്കാണ് ഏറ്റവും രുചി എന്ന് ഒരാൾ പറയണം. ആയിക്കോട്ടെ, നമ്മൾ സമ്മതിച്ചു. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നപ്പോഴാണ്. അടുത്ത പ്രാവശ്യം കടയിൽ പോകുമ്പോൾ നമ്മൾ പുള്ളി പറഞ്ഞ ചായപ്പൊടി വാങ്ങിക്കും. കാരണം അതാണല്ലോ ഏറ്റവും നല്ല ചായപ്പൊടി. പക്ഷേ ഏറ്റവും ഉയരത്തിലുള്ള ചായത്തോട്ടത്തിലെ ചായപ്പൊടിയാണ് ഏറ്റവും നല്ലതെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു പരീക്ഷണം നടത്തണമല്ലോ. നമ്മൾ പല ഉയരത്തിലുള്ള ചായത്തോട്ടത്തിൽ പോകണം, അവിടുന്ന് കിളുന്ത് നുള്ളണം, അത് പൊടിച്ച് പൊടിയാക്കി ചായ ഉണ്ടാക്കി ആരെങ്കിലും ഒരാൾ കുടിച്ച് നോക്കിയിട്ട് വേണമല്ലോ പറയാൻ. അങ്ങനെ ഒരു പരീക്ഷണം നടന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ഡാറ്റ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇയാളിത് പറഞ്ഞത്? ഡാറ്റ ഒന്നും ഇല്ലാതെ ഇയാളിത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പുള്ളിക്ക് പൈസ കിട്ടിയതുകൊണ്ട് പറഞ്ഞതാണ്, പരസ്യത്തിൽ അഭിനയിച്ചതാണ് അല്ലേ? അത് ന്യായമാണ്. പുള്ളി ഒരു പണിയെടുത്തു, ശമ്പളം കിട്ടാൻ വേണ്ടി ഒരു പണിയെടുത്തു, പുള്ളി ഒരു കാര്യം പറഞ്ഞു. പക്ഷേ നമ്മളെന്തിനത് വിശ്വസിച്ചത്? നമ്മൾ വിശ്വസിച്ച് നമുക്ക് ആ പറഞ്ഞ ആളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പറഞ്ഞത് മോഹൻലാലാണ്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ ഇല്ല, നമുക്ക് തോന്നുന്നതാണ്. ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യത്തെയാണ് ലോജിക്കൽ ഫാലസി എന്ന് പറയും. ടൂത്ത് ബ്രഷിൻ്റെ ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ പരസ്യത്തിന് ആളുകൾ വരും. ഇതേപോലെ ഒരു താടിയൊക്കെ ഇട്ട്, സോൾട്ട് ആൻഡ് പെപ്പർ താടിയൊക്കെ ആയിട്ട് സ്റ്റെസ്കോപ്പൊക്കെ തൂക്കി ഒരു വെള്ള ഷർട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പറയും ഇതാണ് ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ പറയാൻ ശ്രമിക്കുന്ന അയാളൊരു ഡോക്ടറാണെന്ന്. ആണോ? ശരിക്കാണോ? അല്ല. പക്ഷെ നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കും. ഇങ്ങനെ തോന്നിപ്പിക്കുന്ന, ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന 19 തരം ഫാലസികളുണ്ട്. 1-2 ഫാലസി അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. അതിലൊരു ഫാലസിയുടെ പേര്, കുറേ ഫാലസി ഉണ്ട്, അതിൽ ഏത് പറയണം എന്നുള്ള. ഏറ്റവും ആദ്യത്തെ ഫാലസി, സാധാരണ പറയുന്ന ഫാലസിയുടെ പേര് അഡ്ഹോമിനം എന്നാണ്. അഡ്ഹോമിനം ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മളൊരാളൊരു കാര്യം പറഞ്ഞാൽ അതിനോട് മറുപടി പറയുന്നതിന് പകരം ആ ആൾ മോശക്കാരനാണെന്ന് പറയുക എന്നുള്ള. ഇപ്പം കുറച്ചാൾ മുന്നേ രാഹുൽ ഗാന്ധി എന്തൊരു കാര്യം പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞു, ഈ അമൂൽ ബേബിമാർ പറഞ്ഞൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിനോടല്ല പ്രതികരിക്കുന്നത്, മറിച്ച് അയാളെ വ്യക്തിപരമായിട്ട് മോശമാക്കുക ചെയ്യും. ഫാലസി ഓഫ് ഒറിജിൻ എന്നൊരു ഫാലസി ഉണ്ട്. ഫാലസി ഓഫ് ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സുഗതകുമാരി മാധവിക്കുട്ടി പറഞ്ഞ ഒരു രസമുള്ളൊരു കഥയുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മാധവിക്കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആളുകളുടെ ചിരി കൂടുതൽ സൗന്ദര്യമുള്ളതും ആത്മാർത്ഥതയുള്ളതായിട്ട് മാറുമെന്നാണ് മാധവിക്കുട്ടി പറഞ്ഞത്. എന്നുവെച്ചാൽ വടക്കോട്ട് പോകുന്നതനുസരിച്ച് ആളുകൾക്കിങ്ങനെ നന്നായി വരും, തെക്കുള്ളവരൊക്കെ അത്ര പോരാ, വടക്കോട്ട് പോകുന്നതനുസരിച്ച് ആളുകൾ നന്നാവുന്നതാണ് മാധവിക്കുട്ടി പറഞ്ഞത്. അപ്പോൾ ഓരോ നാടിനും ഓരോ പ്രത്യേക വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ വരുന്ന തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ അടുത്ത് കുന്നംകുളം എന്നൊരു സ്ഥലമുണ്ട്. ഒരു സാധനം കുന്നംകുളത്ത് നിന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ കഴിഞ്ഞു. അത് കുന്നംകുളത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കുന്നംകുളം മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നാണ് ധാരണ. അപ്പോൾ അത് കുന്നംകുളത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് കുന്നംകുളത്തിന് പകരം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേര് ചൈന എന്നാണ്. അത് ചൈനയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ, പക്ഷെ അങ്ങനെയല്ല, ചൈന എല്ലാ സാധനവും ഉണ്ടാക്കും. ചൈന മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന അമേരിക്കയിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആഫ്രിക്കയിൽ ഉണ്ടാക്കാൻ ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന ചെറിയ വില കുറഞ്ഞ മോശമായിട്ടുള്ള മൊബൈൽ അവർ തന്നെ ഉണ്ടാക്കും. സിംഗപ്പൂരിൽ ചൈനയ്ക്കെതിരെ സമരം നടന്ന സമയത്ത് ബോയ്ക്കോട്ട് ചൈന എന്ന് പറഞ്ഞിട്ട് ടീഷർട്ടിൻ്റെ പുറകിൽ വലിയ അക്ഷരത്തിൽ ബോയ്ക്കോട്ട് ചൈന എന്ന് പറഞ്ഞ ടീഷർട്ട് പ്രിൻ്റ് ചെയ്ത് അയച്ചു കൊടുത്തത് ചൈന തന്നെയാണ്. അവർക്ക് കച്ചവടം നടന്നാൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അത് ബോയ്ക്കോട്ട് ചൈന എടുക്കണം, അടിച്ചു തരും, അത്രേ ഉള്ളൂ. ചൈനയെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ കുന്നംകുളമായിരുന്നു അന്ന് പറയാം. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഭീകരമായിട്ട് എന്നെ അത് വ്യക്തിപരമായിട്ട് ബാധിച്ചൊരു ഫാലസി കൂടിയാണ്. ഞാൻ പഠിച്ചത് MSc പഠിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിലായിരുന്നു. MSc സുവോളജി ആയിരുന്നു. കോഴ്സ് കഴിഞ്ഞു. ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ മിക്കവാറും എല്ലാവരും, പെൺകുട്ടികളൊക്കെ അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോയി. നമുക്ക് പിന്നെ പോകാനായിട്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ദിവസമൊക്കെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പതുക്കെ ബാഗ് എടുത്ത് 2 കൂട്ടുകാരൊക്കെ ആയിട്ട് ഹൈവേയിലെത്തി. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് സ്കൂളുണ്ട്, സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് വേണം ഹൈവേയിലെത്താൻ. അപ്പോൾ എൻ്റെ 2 കൂട്ടുകാരൊപ്പം ഉണ്ട്. നമ്മൾ ഹൈവേയിലെത്തി. അപ്പോൾ എൻ്റെ വീട് എറണാകുളമാണ്, തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് തെക്കോട്ടുള്ള ബസ്സാണ് കയറേണ്ടത്. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ പോവാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, നീ എങ്ങോട്ടാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തേക്ക്. അപ്പോൾ അവൻ ചോദിച്ചു നീ എന്തിനാ അങ്ങോട്ട് പോകണം? ഞാൻ പറഞ്ഞാൽ എൻ്റെ ബസ് അങ്ങോട്ടാണല്ലോ. പുള്ളി കൈ വിട്ടു. ചോദിച്ചു നീ തെക്കനാ? ഇതാണ് ഫാലസി ഓഫ് ഒറിജിൻ. 2 വർഷത്തെ ഗംഭീര സൗഹൃദം അവിടെ റോട്ടിൽ വീണ് ഉടഞ്ഞ്
ആകെ പ്രശ്നമായി. അപ്പോൾ എൻ്റെ സംശയം ഇത് ഞാൻ തെക്കനാണെന്ന് 2 വർഷം മുന്നേ പുള്ളി അറിഞ്ഞിരിക്കുന്ന അവസ്ഥ ആകെ അലമ്പം വരുന്നല്ലോ. ഇതാണ് ഫാലസി ഓഫ് ഒറിജിൻ. ഇത് ഇന്ന സ്ഥലത്തു നിന്നാണെങ്കിൽ അത് മോശമാണ് എന്ന് പറയുന്ന ഫാലസി. സർക്കുലർ ലോജിക് ഉണ്ട്. ഏറ്റവും ഒരു ഫാലസി കൂടി പറയാൻ നിർത്താം. അത് ഫാൾസ് ഡിലമ്മ എന്ന് പറയുന്ന ഫാലസി. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഫാലസിയാണ്. ആ ഫാലസി എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഇങ്ങനെ 2 വിരൽ നീട്ടിയിട്ട് ഏതെങ്കിലും ഒരു വിരലിൽ തൊടാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് ഫാൾസ് ഡിലമ്മ എന്ന് പറയുന്ന ഫാലസി. നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്താ? ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഏതെങ്കിലും ഒന്ന് തൊടൂ എന്നാണല്ലോ ഈ പറയുന്നത്. ഇത് ഭീകരമായിട്ട് പൊളിറ്റിക്കലി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഫാലസിയാണ്. 2 പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ്മാർ പറഞ്ഞു അമേരിക്ക യുദ്ധത്തിൽ പോവുകയാണ്. അമേരിക്കയോടൊപ്പം യുദ്ധം ചെയ്യുന്നവർക്ക് അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാം. അതല്ലാത്തവരൊക്കെ അപ്പുറത്തുള്ളവരാണ്, ശത്രുക്കളാണ്. ആകെ 2 ഓപ്ഷനുള്ളൂ. ഒന്നില്ലെങ്കിൽ അമേരിക്കയുടെ മിത്രമാവാം അല്ലെങ്കിൽ ശത്രു ആവാം. ലോകത്തെ 100 കണക്കിന് രാജ്യങ്ങൾക്ക് ന്യൂട്രലായിട്ട് നിൽക്കാമല്ലോ അല്ലേ? ഞങ്ങൾ അമേരിക്കയോടൊപ്പം യുദ്ധം ചെയ്യാനുമില്ല, അമേരിക്കയോട് യുദ്ധം ചെയ്യാനുമില്ല, നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് മാറി നിന്നോളാം എന്ന് പറയാവുന്ന ഓപ്ഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഫാൾസ് ഡിലമ്മയുടെ ഉദ്ദേശം. ഭീകരമായിട്ടുള്ള ഫാലസിയാണ്. പല കുട്ടികളും ആത്മഹത്യ ചെയ്തത് ഈ ഫാലസി കാരണം. പരീക്ഷയ്ക്ക് തോറ്റുപോയി. ആകെ 2 ഓപ്ഷനുള്ളൂ. ഒന്നില്ലെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. ജീവിക്കാനുള്ള ഹോപ്പ് നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്യുക. ഭീകരമാണ്. ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇതേപോലെ 2 വിരൽ കാണിച്ചിട്ട് തൊടാൻ പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ ബാക്കി വിരലും കൂടി ഒന്ന് വിടർത്തുക. വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ആകെ 2 ഓപ്ഷൻ അല്ലല്ലോ, യെസ് നോയും മാത്രമല്ലല്ലോ. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് കാണിക്കുക, നമുക്ക് നോക്കാം. അതിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റണം. സോ ഫാലസികൾ പഠിക്കുക, അത് വായിക്കുക, മനസ്സിലാക്കാം. അവസാനമായിട്ട് ഒരു ആളുടെ കഥ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ജർമ്മനിയിൽ ജനിച്ച് ഫ്രാൻസിൽ വർക്ക് ചെയ്ത, പാരീസിൽ വർക്ക് ചെയ്ത ഒരു ശില്പിയാണ് അദ്ദേഹം. അതിൻ്റെ പേര് ജോസഫ് ബോയ്സ് എന്നാണ്. ജോസഫ് ബോയ്സ് ഗംഭീരമായിട്ടുള്ള ഒരു സ്കൾപ്റ്ററായിരുന്നു. ശില്പങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹം അവിടെയുള്ള ഒരു ഫൈൻ ആർട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഓരോ പ്രാവശ്യം അദ്ദേഹം ഓരോ വർക്ക് ചെയ്യുമ്പോഴും അത് വാർത്തയായി മാറുമായിരുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള വർക്കാണ് ചെയ്തിരുന്നത് ജോസഫ് ബോയ്സ്. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തു. അതിനുശേഷം റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം നിർത്തി. ഇനി ഞാൻ ശില്പങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഫ്രാൻസിൽ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പ്രദർശനമുണ്ട്, ശില്പ പ്രദർശനമുണ്ട്. അതിനകത്തൊരു എൻട്രി കിട്ടുക എന്നുള്ളത് പോലും വലിയ കാര്യമാണ്. ലോകത്തുള്ള ശില്പികൾക്ക് ഭയങ്കര സംഭവമാണ്. നോബൽ സമ്മാനമൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കാര്യമാണ് ആ പ്രദർശനത്തിൽ സ്വന്തം ശില്പം ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എല്ലാ വർഷവും 4 വർഷം കൂടുന്ന പ്രൊസസ്സിൽ ജോസഫ് ബോയ്സിൻ്റെ ശില്പം എന്തായാലും ഉണ്ടാവാറുണ്ട്. പക്ഷെ പുള്ളി നിർത്തി. അങ്ങനെ 2 പ്രാവശ്യം പുള്ളിയുടെ ശില്പം വന്നേയില്ല. പക്ഷെ സംഘാടകർ എല്ലാ വർഷവും ജോസഫ് ബോയ്സിനും ഇൻവിറ്റേഷൻ അയക്കും. താങ്കളുടെ ശില്പം ഉണ്ടെങ്കിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യമായിട്ട് പുള്ളി മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അടുത്ത പ്രാവശ്യം വന്ന സമയത്ത്, ഇൻവിറ്റേഷൻ വന്ന സമയത്ത് ജോസഫ് ബോയ്സ് അത് ഫില്ല് ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തു. എൻ്റെ ശില്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വലിയ വാർത്തയായി. ജോസഫ് ബോയ്സിൻ്റെ ശില്പം വരാൻ പോണു. എല്ലാവരും അത്ഭുതത്തോടെ കാത്തിരിക്കുക, എന്താണ് ആ ശില്പം ഉണ്ടോ. കാരണം പുള്ളി ശില്പം നിർമ്മിക്കൽ നിർത്തി കുറേ നാളായി. ഇനി വരാൻ പോകുന്നത് എന്താണെന്നുള്ള വലിയ അത്ഭുതത്തിൽ സമൂഹം മുഴുവൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം, എഗ്രിമെൻ്റ് എഴുതണം. എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദർശനം നടക്കുന്ന അത്രയും സമയം ഈ ശില്പം അവർ അവിടെ സൂക്ഷിക്കും. ആ സമയത്ത് അതിനകത്ത് ശില്പിക്ക് ഇടപെടാൻ പറ്റില്ല. ഇനി പ്രദർശനം കഴിഞ്ഞാൽ ശില്പിക്ക് വേണമെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോകാം. അല്ല കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് ഈ സംഘാടകർ തന്നെ അത് പരിപാലിക്കും. ഇതാണ് കോൺട്രാക്റ്റ്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുക ജോസഫ് ബോയ്സിൻ്റെ ശില്പം എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ശില്പം വരേണ്ട ദിവസമായി. അവർ നോക്കുമ്പോൾ കാണുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ലോറികൾ വരികയാണ്. ആ ലോറികളിൽ മുഴുവൻ ഓക്ക് മരങ്ങളുടെ തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 7000 ഓക്ക് തൈകൾ പല ലോറികളിലായിട്ട് വന്നു. ജോസഫ് ബോയ്സിൻ്റെ കത്ത് വഴി ഇതാണ് എൻ്റെ ശില്പം എന്ന് പറഞ്ഞു. സംഘാടകർ പെട്ടു. 7000 ഓക്ക് വെറുതെ വെക്കാൻ പറ്റില്ല, ഉണങ്ങിപ്പോവല്ലോ. ഇത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തതല്ലോ. അവരവിടുത്തെ ഹോർട്ടിക്കൾച്ചർ കോളേജും അഗ്രികൾച്ചർ കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഓക്ക് മരങ്ങൾ മുഴുവൻ 7000 ഓക്ക് മരങ്ങൾ നട്ടു. ജോസഫ് ബോയ്സ് പറഞ്ഞു, എൻ്റെ ശില്പമാവുക ഒരു 100 വർഷം കഴിഞ്ഞിട്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു അദ്ദേഹത്തെ ജോസഫ് ബോയ്സിൻ്റെ ലാസ്റ്റ് ശില്പം. നിങ്ങൾക്ക് ജോസഫ് ബോയ്സിനെ കാണണോ?
ആ ഇഷ്ടമുണ്ടോ കാണാൻ? ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റോയ് എന്നാണ്. റോയ് സാർ, നിങ്ങൾ പഠിക്കേണ്ട ഒരു മനുഷ്യനാണ്. കോട്ടയം എന്ന് പറയുന്ന സ്ഥലം ഇനി അങ്ങനെ വരാൻ പോവുക. ഗംഭീരമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ബ്രേക്ക് ത്രൂ സയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ സയൻസിനെ കുറിച്ചുള്ള ക്ലാസ് മാത്രമല്ല കേൾക്കുക, നിങ്ങളുടെ ഗംഭീര മനുഷ്യരെ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണ്. നന്ദി, നമസ്കാരം.